നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പണിക്കര് ഇറങ്ങാറായോ? അകത്തെല്ലാവരോടും യാത്ര പറഞ്ഞു. ഭാനുമതിയമ്മ അച്ഛമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞു. വളരെ സന്തോഷം. ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. പേരക്കുട്ടി വരാൻ പോകുന്ന സ്ഥിതിക്ക് മരുമകളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതാമല്ലേ? അങ്ങനെ കരുതൊന്നും വേണ്ട പണിക്കരെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവിനെ കൊന്ന ആളുടെ മകളാണ് മഞ്ജു. അകത്ത് ചടങ്ങ് നടക്കുന്നതിനിടയില് ആ മാധവന്റെ അനുഗ്രഹം അവർക്കുണ്ടാവുമെന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ? ഈ വീട്ടിൽ നിന്നുകൊണ്ട് അയാളെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. മറ്റേതെങ്കിലും അവസരത്തിലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ പ്രതികരിച്ചത്. പക്ഷെ എന്റെ പേരക്കുട്ടി ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ എന്റെ ദേഷ്യം അടക്കി പിടിച്ചത്. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഭാനുമതി അമ്മയ്ക്ക് അറിയാമല്ലോ. മഞ്ജുവിനെ ഭാനുമതി അമ്മ വെറുക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ബാധിക്കും. കുടുംബ ബന്ധങ്ങളിൽ ഇങ്ങനെ വിള്ളൽ വീഴ്ത്തേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ എന്താണ് മറക്കേണ്ടത് പണിക്കരെ? മാധവൻ കാരണം ഞാൻ വിധവയായത് മറക്കണോ? അതോ അച്ഛനില്ലാതെ എന്റെ 2 മക്കള് കഷ്ടപ്പെട്ടത് മറക്കണോ? ഇതൊന്നും പോരാതെ പണിക്കര് പറഞ്ഞതുപോലെ എന്റെ മകന്റെ ജീവിതത്തില് എനിക്കോ അവൾക്കോ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നുള്ള സത്യം മറക്കണോ? മഞ്ജു ഞാനും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോവില്ല പണിക്കരെ. അത് വിധിയാണ്. വിധിയെ ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി എന്റെ മനസ്സിലെ പക മാറ്റിവെച്ച് ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. പ്രശ്നങ്ങളെല്ലാം തീർന്ന് സന്തോഷമായി കഴിയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. ഭഗവാനേ. അയ്യോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഏർപ്പാടുകളെല്ലാം? നന്നായിരുന്നു. ഇനി കല്യാണം കൂടി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. അതെ, അങ്ങനെ ഗൗരിയമ്മ ഉറപ്പിക്കണ്ട. വീട്ടിലേക്ക് വന്ന് കയറാൻ പോകുന്നതേ ഒരു മിനി കൊടുങ്കാറ്റാ. അവിടെ വന്നിട്ട് ഇനി ഇവള് എന്തൊക്കെ പുകിലാണോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവൾ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ആ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. ഭാനുവിനേക്കാളും നന്നായി അവളെ എനിക്കറിയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, പോയിട്ട് വരാവേ. ഭാനു, മഞ്ജു. വക്കീലേ, എന്താ മഹിമേ? എനിക്ക് മുകുന്ദ, നമുക്കൊരു സെൽഫി എടുത്താലോ? വാ. ഒന്ന് ചിരിക്കടോ. അല്ലെങ്കിൽ ഓൺലൈനിൽ ഇടുമ്പോഴേ ആൾക്കാര് നിങ്ങളെ നിർബന്ധിച്ച് കെട്ടിച്ചെന്ന് വിചാരിക്കും. ഒന്ന് ചിരിച്ചേ, ചിരിക്ക്. ഇത് കണ്ടോ? 2 പേർക്കും ഒരു സന്തോഷമില്ല. ഇത് ഞാൻ ഓൺലൈനിൽ ഇടുന്നില്ല. എന്റെ കയ്യിലേ വേറെ നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. അത് ഓൺലൈനിലിടാം. അത് പോരെ മഹിമേ? എടാ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? രാത്രിയല്ലേ, നിനക്ക് പോകാൻ പാടില്ലേ? ഷോ, ഒരു അതിഥിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പോട്ടെ. നിശ്ചയം നടന്നതിന്റെ സ്ട്രെസ്സൊക്കെ കാണും. അത് കാരണം ദേഷ്യം വന്നായിരിക്കും. ഞാൻ പോയേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. പോട്ടെ. നമ്മള് വിചാരിച്ചതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടന്നു അല്ലേ? എന്നാ ശരി ആന്റി, ഇറങ്ങുക. ശരി മോനെ. അല്ല, താനെന്താ പറയാമെന്ന്? ഒന്നുമില്ല. വക്കീല് പോയിക്കോ. ഉറപ്പാണോ? ഉറപ്പാ. ദേ വന്നല്ലോ. എന്താടാ ചുറുചുറുക്കില്ലാ നിക്കുന്നേ?
എന്നെ അറിയിക്കാതെ കല്യാണ നിശ്ചയം നടത്താന്ന് കരുതി അല്ലേ മോളെ? അപ്പൊ ഞാൻ അത്രേ ഉള്ളൂന്ന് നീ കരുതി. നീ എന്റെ ഈഗോയെ വല്ലാതെ ഹേർട്ട് ചെയ്തു അല്ലേ മഹിമേ? എല്ലാവരും കൂടി പെട്ടെന്ന് തീരുമാനിച്ചതാ. എനിക്ക് വേണ്ട വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ എന്താ വിചാരിച്ചത്? അവനെ കല്യാണം കഴിച്ചാ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണോ? നീ മുകുന്ദനോട് കാര്യമായിട്ടെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നെ കുറിച്ച് സംസാരിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇന്ന് എല്ലാ സത്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞ അവൻ രണ്ട് കൈ നീട്ടി നിന്നെ സ്വീകരിക്കുന്നതാണോ നീ കരുതുന്നത്? അവനോടെന്നല്ല, ആരോടെങ്കിലും സത്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിന്റെ വീഡിയോ ഞാൻ ഓൺലൈനിൽ എടുക്കും. ശരി ഭാനു. ഇനി കല്യാണത്തിനുള്ള ഓട്ടം തുടങ്ങണം. ഗിരേട്ട, അവളെന്തോ ടെൻഷനിലാണല്ലോ. ഇനി ഇവനാണോ ഇവളെ വിളിക്കുന്നത്? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഹാ, ഇനി മുകുന്ദൻ നിന്നെ അംഗീകരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അത്രയും നല്ലൊരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ നീ കാരണം നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്നത് ശരിയാണോ? നീ അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കോ? നിനക്ക് അത്രേ ഉള്ളൂ നിന്റെ മുകുന്ദനോടുള്ള സ്നേഹം? നിനക്ക് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് നിർത്തിക്കൂടെ? നിന്നിങ്ങനെ കരയിപ്പിക്കുമ്പോ കിട്ടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല. ഞാനത് എങ്ങനെ വേണ്ടെന്ന് വെക്കും? ഗിരിയേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് കോളേജിൽ വെച്ച് വിസ്തരിച്ച് സംസാരിക്കാം. ഞാൻ കോള് കട്ട് ചെയ്താലും നീ ഫോൺ മാറ്റാൻ നിൽക്കണ്ട. ഗിരിയേട്ടന് സംശയം തോന്നും. ഫോൺ പിടിച്ച് കുറച്ചു നേരം ചിരിച്ച് സംസാരിച്ചിട്ട് വെച്ചാൽ മതി. ഓക്കെ? കല്യാണത്തിന് നീ വന്നില്ലെങ്കിലേ ഞാൻ നിന്നോട് മിണ്ടില്ല. എന്നാ ശരി. ആരായിരുന്നു മോളെ? എൻ്റെ ഒരു കൂട്ടുകാരിയാ. കല്യാണത്തിന് വരാൻ പറ്റുമോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ടെൻഷനായി. ഗിരിയേട്ടാ, പരിപാടിയല്ല നല്ല കളറായി കേട്ടോ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരമായില്ലേ? നീ എന്തിനാ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ദാ പോവാ. പോയിട്ട് വരട്ടെ. ശരി. മഹിമയെ വിളിച്ചത് അവനല്ല എന്ന് തോന്നുന്നു. എനിക്കെന്തോ അത്ര വിശ്വാസം പോരാ. അഭി കാണുന്നത് പോലെയൊന്നുമല്ല. അവൻ എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട്. ചിലപ്പോ ഇതൊക്കെ വെറുതെ നമുക്ക് തോന്നുന്നതാവാം. നീ വെറുതെ മഹിമയോടൊന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട. അവളൊന്നും പറയാനും പോകുന്നില്ല. തൽക്കാലം അവളെ കൂടുതലൊന്ന് ശ്രദ്ധിച്ചാ മതി. നീ വാ.